Hello everyone. In this class we are going to discuss about transformed capacitive circuit RC circuit resistance അവിടെ ഓട്ടോമാറ്റിക്കലി ഉണ്ടായിരിക്കും. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, RL സർക്യൂട്ടിനെ ട്രാൻസ്ഫോം ചെയ്യുന്നത് ഇൻഡക്റ്റീവ് റെസിസ്റ്റീവ് സർക്യൂട്ട്സിനെ. അപ്പോൾ നമ്മളൊരു ഇൻഡക്റ്റീവ് ടൈം ഡൊമൈനിൽ എൽ ഓഫ് എന്ന് പറയുന്ന ഒരു ഇൻഡക്ടർ ഉണ്ട്, ഐ ഓഫ് ടി എന്ന് പറയുന്ന ഒരു കറണ്ട് അത് കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തപ്പോൾ ഇഫ് ദർ ഈസ് ഇനീഷ്യൽ കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്തു, ഒരു വോൾട്ടേജ് സോഴ്സും അതിനെ സീരീസ് ആയിട്ട് വെച്ചു. പിന്നെ ഇൻഡക്ടറിനെ എൽ ഇൻറ്റു എസ് എന്നും വോൾട്ടേജ് സോഴ്സിൻ്റെ പൊളാരിറ്റി മൈനസ് പ്ലസ്, ദെൻ ആ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഡക്ടൻസ് വാല്യൂ ഓഫ് എൽ ഇൻറ്റു ഇനീഷ്യൽ കറണ്ട് എത്രയായിരുന്നോ അത് വെച്ചിട്ട് നമ്മൾ ഇൻഡക്ടറിനെ ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്തത്. ഇനീഷ്യൽ കണ്ടീഷൻസ് ഇല്ല, സ്വിച്ച് ചെയ്യുന്നതിന് മുന്നേ ഇൻഡക്ടർ കൂടെ കറണ്ടൊന്നും പോകുന്നില്ല എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വോൾട്ടേജ് സോഴ്സിനെ നമുക്ക് ഒഴിവാക്കാം. സെയിം ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ കപ്പാസിറ്റീവ് സർക്യൂട്ട്സിനകത്തും വരുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്, വി ഹാവ് എൻ കപ്പാസിറ്റർ സി ആൻഡ് voltage source V of t is applied across capacitor C and I of t is the current flowing through the capacitor. Then we are transforming it into S ഡൊമൈനിലേക്ക് മാറ്റുമ്പോൾ ഇന്ന് നമ്മൾ രണ്ട് രീതിയിൽ അതിനെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് വി ഓഫ് എസ് ഒരു കപ്പാസിറ്റൻസിന് പാരലായിട്ട് നമ്മളൊരു കറണ്ട് സോഴ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ സെയിം കപ്പാസിറ്ററിന് സീരീസ് ആയിട്ടൊരു വോൾട്ടേജ് സോഴ്സോ വെച്ചിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്തു. അപ്പോൾ വി ഓഫ് ടി മാറി വി ഓഫ് എസ് ആയി, ഐ ഓഫ് ടി മാറി ഐ ഓഫ് എസ് ആയി, സി മാറി 1/CS. ഇൻഡക്ടർ ആയിരുന്നെങ്കിൽ എൽ ഇൻറ്റു എസ് ആണ്, കപ്പാസിറ്റർ ആണെങ്കിൽ 1/CS. സീനെ മാറ്റേണ്ടത് 1/CS. ഇനീഷ്യൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു ആഡ് എ വോൾട്ടേജ് സോഴ്സ്, ഇനീഷ്യൽ വോൾട്ടേജ് വി ഓഫ് 0, ദെൻ ഡിവൈഡഡ് ബൈ എസ് ഇവിടെ വരുന്നുണ്ട്. നേരത്തെ ഇൻഡക്ടർ ആയിരുന്നെങ്കിൽ നമുക്ക് ഒരു ഇൻഡക്റ്റൻസ് ഇൻറ്റു കറണ്ടായിരുന്നു വന്നിരുന്നത്. ഇവിടെ നമുക്ക് കപ്പാസിറ്ററിൻ്റെ ഇനീഷ്യൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ എസ് എന്ന് പറയുന്ന ഫാക്ടർ. ഓക്കെ, ഇനി നമുക്കിത് വെച്ചിട്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം കപ്പാസിറ്റീവ് സർക്യൂട്ട്സിൻ്റെ. ഓക്കെ, അതിനു മുന്നേ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ RL സർക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റെസ്പോൺസ് അത് നമ്മൾ ടൈം ഡൊമൈനിൽ നമ്മൾ ചെയ്തു. സെയിം മെത്തേഡ് തന്നെ നമുക്ക് RC നെറ്റ്വർക്കിനും ചെയ്യാം. കൺസിഡർ എൻ സീരീസ് RC സർക്യൂട്ട് ആൻഡ് വിച്ച് കൺസിസ്റ്റിംഗ് വോൾട്ടേജ് ആൻഡ് സ്വിച്ച് ആൻഡ് സീരീസ് RC. ഓക്കെ, ഐ ഓഫ് ടി വി ആർ സി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫോർ ടി ഈസ് ഈക്വൽ ടു 0 വി ആർ ക്ലോസിങ് ദ സ്വിച്ച് ഈസ് ക്ലോസ്ഡ് അറ്റ് സ്വിച്ച് എന്ത് ചെയ്തു, ക്ലോസ്ഡ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 ആൻഡ് ഫോർ ടി ഗ്രേറ്റർ ദാൻ 0 ദ സർക്യൂട്ട് ക്യാൻ ബി ട്രാൻസ്ഫോംഡ്. ഇനീഷ്യലി ഇതൊക്കെ അൺഎനർജൈസ്ഡ് ആണ്, വി ക്യാൻ ട്രാൻസ്ഫോം ദ സർക്യൂട്ട് ഫോർ ടി ഗ്രേറ്റർ ദാൻ 0. ദ ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് ആദ്യം ഒരു കോൺസ്റ്റൻറ്റ് DC വോൾട്ടേജ് സോഴ്സ് ആണ്, അതിന് മാറ്റുമ്പോൾ V/S ആവും. ദെൻ സ്വിച്ച് ക്ലോസ്ഡ് ആയി. ദെൻ R റെസിസ്റ്റൻസിന് മാറ്റുമ്പോൾ മാറ്റമൊന്നും വരുന്നില്ല, കപ്പാസിറ്ററിന് മാറുമ്പോൾ 1/CS. ദെൻ ഐ ഓഫ് ടി മാറി ഐ ഓഫ് എസ്. ദിസ് വിൽ ബി ദ ട്രാൻസ്ഫോംഡ് നെറ്റ്വർക്ക്. ട്രാൻസ്ഫോംഡ് നെറ്റ്വർക്ക് ഇങ്ങനെയായിരിക്കും, ട്രാൻസ്ഫോംഡ് നെറ്റ്വർക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, KVL റൈറ്റ് KVL ടു ദ ട്രാൻസ്ഫോംഡ് നെറ്റ്വർക്ക്. V/S voltage source minus R into I of S minus 1/CS into I of S equal to 0 കിട്ടി. ദെൻ I of S നെയൊക്കെ നമ്മൾ ഒരു സൈഡിലേക്ക് ഇടുന്നു. അപ്പോൾ I of S into R plus 1/CS that is equal to V/S. From that റെസ്പോൺസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. I of S is equal to V/S divided by R plus 1/CS. ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യാം. V/S RS plus 1/CS. ഓക്കെ, ദെൻ V/S എസിൻ്റെ കോഎഫിഷ്യൻ്റ് നമുക്ക് 1 ആക്കണം. അപ്പോൾ R നമ്മൾ പുറത്തേക്ക് എടുത്തു. ഓക്കെ, R into S plus 1/R divided by C/S.
ദെൻ ന്യൂമറേറ്ററിലെ ഡിനോമിനേറ്റർ എസും ഡിനോമിനേറ്ററിലെ എസും ക്യാൻസൽ ആയി പോയി. ദെൻ വി ക്യാൻ റൈറ്റ് ദ എക്സ്പ്രഷൻ ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു വി ബൈ ആർ ഇൻറ്റു അല്ലെങ്കിൽ വി ബൈ ആർ സി ഇൻറ്റു എസ് പ്ലസ് 1/r. ഓക്കെ. ഓക്കെ, നമ്മളിവിടെ ന്യൂമറേറ്റർ എടുത്തപ്പോൾ ഒരു സി ഇവിടെ വിട്ടുപോയിട്ടുണ്ടായി. അപ്പോൾ 1/RC പുറത്തേക്ക് വരും. സി ക്യാൻസലായി പോകും. RC will come inside also. അപ്പോൾ വി ബൈ ആർ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1/RC. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമുക്ക് വരാം ഐ ഓഫ് എസ്. Then taking inverse Laplace of I of s, we will get I of t. I of t is equal to v by r അവിടെ തന്നെ നിൽക്കും, s plus a e raised to minus at. അപ്പോൾ e raised to minus 1/RC into t. This will be the expression for current. നേരത്തെ നമ്മൾ ടൈം ഡൊമൈനിലിട്ട് കുറേ സ്റ്റെപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ടൈം ഡൊമൈനിൽ റെസ്പോൺസ് ഓഫ് ഡി സി റെസ്പോൺസ് ഓഫ് ആർ സി നെറ്റ്വർക്ക് ചെയ്തിട്ടുണ്ടായി. ഇവിടെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ സൊല്യൂഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമുക്കിനി ഓരോ പ്രോബ്ലംസ് ആയിട്ട് ഇതിൻ്റെ നോക്കാം. കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം. ഞാൻ ഇവിടെ ബാക്കി ടെക്സ്റ്റ് ബുക്കിലുള്ളത് കുറച്ച് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് പ്രോബ്ലം. ഇവിടെ നമുക്കൊരു ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, the switch is moved from A to B at t is equal to 0. Determine I of t and Vc of t. Vc of t എന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത് വോൾട്ടേജ് അക്രോസ് 3 ഫാരഡ് കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. ദെൻ I of t എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മെഷിൽ കൂടെ പോകുന്ന കറണ്ടിനെയാണ് I of t എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 0 മൈനസിൽ എന്ത് സംഭവിച്ചു? 0 മൈനസിൽ എവിടെയായിരുന്നു സ്വിച്ച്? 0ന്ന് എന്ന് ബിയിലേക്ക് മാറ്റി. അപ്പോൾ അതിന് മുന്നേ സ്വിച്ച് വാസ് അറ്റ് പൊസിഷൻ എ അല്ലേ? പൊസിഷൻ എയിലായിരുന്നു. ടി ഈസ് ഈക്വൽ ടു 0 മൈനസിൽ. അപ്പോൾ ദ നെറ്റ്വർക്ക് എന്തായിരുന്നു ആ സമയത്ത്? സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിലായിരുന്നു. ഹെൻസ് ദ കപ്പാസിറ്റർ 6 ഫാരഡ്. അപ്പോൾ നമുക്ക് ആ സമയത്ത് എങ്ങനെയായിരിക്കും സർക്യൂട്ട് വരയ്ക്കുക? ഇതാണ് നമ്മുടെ പൊസിഷൻ എ. ദെൻ കപ്പാസിറ്റർ 6 ഫാരഡ്, അത് ഓപ്പൺ സർക്യൂട്ട് കണ്ടീഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ 6 ഫാരഡ്. അപ്പോൾ ഞാൻ അതിനെ V0C എന്ന് വിളിച്ചു. ദെൻ ഹിയർ ഈസ് 10 വോൾട്ട്, ദിസ് ഈസ് 1 ഓം. അപ്പോൾ V0 of C ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വോൾട്ടേജ് വരിക ഇതിനെ ക്രോസ്? സെയിം 10 വോൾട്ട് തന്നെ. കറണ്ട് ഒന്നും പോകുന്നില്ല. അപ്പോൾ റെസിസ്റ്ററിനെ അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ല. സോ ദ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ 6 ഫാരഡ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 മൈനസ് വിൽ ബി 10 വോൾട്ട്. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ നമുക്ക് കിട്ടി. ഈ സമയത്ത് 3 ഫാരഡിനെ ക്രോസ് വോൾട്ടേജ് ഉണ്ടായിരിക്കുമോ? കാരണം ഇല്ല, ഇവിടെ ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. പൊസിഷൻ എയിലാണ് നമ്മൾ സ്വിച്ച് ഇരിക്കുന്നത്, ഇവിടെ ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഐ ഓഫ് ടി 0 ആയിരിക്കും. അപ്പോൾ ഐ ഓഫ് 0 മൈനസ് വിൽ ബി 0. ദെൻ വോൾട്ടേജ് അക്രോസ് 3 ഫാരഡ് കപ്പാസിറ്റർ ഇസ് ഓൾസോ 0. അപ്പോൾ ഇനീഷ്യലി ചാർജ്ഡ് അല്ല നമ്മുടെ 3 ഫാരഡ് കപ്പാസിറ്റർ. ഇനി ടി ഈസ് ഈക്വൽ ടു 0ൽ എന്ത് ചെയ്തു? സ്വിച്ച് പൊസിഷൻ ബിയിലേക്ക് മാറി. സ്വിച്ച് അറ്റ് പൊസിഷൻ ബി. അപ്പോൾ നമുക്ക് ടൈം ഡൊമൈനിൽ ആ സർക്യൂട്ട് എങ്ങനെ ഉണ്ടായിരിക്കും നോക്കാം. ടൈം ഡൊമൈനിൽ സ്വിച്ച് ബിയിലോട്ട് മാറുമ്പോൾ ഇവിടെ വി ഹാവ് 6 ഫാരഡ് കപ്പാസിറ്റർ, ദെൻ 1 ഓം റെസിസ്റ്റർ ആൻഡ് 3 ഫാരഡ് കപ്പാസിറ്റർ.
ഐ ഓഫ് ടി, ഇവിടെ ഈ വി സി ഓഫ് ടി, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വോൾട്ടേജും കറണ്ടും. 3 ഫാരഡ് ആൻഡ് 6 ഫാരഡ്. ഈ 6 ഫാരഡ് നമുക്ക് ഇതിന് മുന്നേ ഇനീഷ്യൽ വോൾട്ടേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രാൻസ്ഫോം ചെയ്യണം ഈ സർക്യൂട്ടിനെ. ട്രാൻസ്ഫോമിങ് ദ ഗിവൺ നെറ്റ്വർക്ക് ഇൻറ്റു എസ് ഡൊമൈൻ when t greater than 0. അപ്പോൾ 6 ഫാരഡിന് നമ്മൾ മാറ്റി. ഇനീഷ്യൽ വോൾട്ടേജ് ഉണ്ടായിരുന്നു, ആ വോൾട്ടേജും കൂടി നമ്മൾ അവിടെ കാണിക്കണം. വോൾട്ടേജ് ദാറ്റ് ഈസ് ഈക്വൽ ടു, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വോൾട്ടേജ് ബൈ എസ്. ഇനീഷ്യൽ വോൾട്ടേജ് എത്രയാണ്? 10/s. ദെൻ കപ്പാസിറ്റർ 6 ഫാരഡ് ആണ്, അപ്പോൾ 1/cs. അപ്പോൾ 1/6s will be the value of capacitance in S domain. റെസിസ്റ്ററിന് മാറ്റമൊന്നുമില്ല, 1 ohm ഉള്ളത് 1 ohm തന്നെ. ദെൻ 3 ഫാരഡ്, അതിന് ഇനീഷ്യൽ വോൾട്ടേജ് ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ 1/3s. ദെൻ ഐ ഓഫ് എസ്. ദെൻ വോൾട്ടേജ് അക്രോസ് ദിസ് 3 ഫാരഡ് കപ്പാസിറ്റർ നമുക്ക് എന്ത് ചെയ്യാം? വി സി ഓഫ് എസ്. ഓക്കെ, ഇതിങ്ങനെ നമുക്ക് ഈ ഗിവൺ നെറ്റ്വർക്കിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ തന്നിട്ടുള്ള ഈ ട്രാൻസ്ഫോം ചെയ്ത നെറ്റ്വർക്കിൻ്റെ KVL ഇക്വേഷൻ, റൈറ്റ്? KVL ഇക്വേഷൻ ഫോർ ഗിവൺ അല്ലെങ്കിൽ ട്രാൻസ്ഫോംഡ് നെറ്റ്വർക്ക്. അപ്പോൾ നമുക്ക് ഐ ഓഫ് ടി തുടങ്ങുമ്പോൾ ഐ ഓഫ് ടിക്ക് മാറി ഐ ഓഫ് എസ് ആയി. ദെൻ വോൾട്ടേജ് സോഴ്സ് ആണ് 10/s. അതിൻ്റെ നെഗറ്റീവിലേക്ക് എൻ്റർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്ലസ് 10/s എന്ന് എഴുതാം. ദെൻ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ്, അപ്പോൾ 1/6s ഇൻറ്റു ഐ ഓഫ് എസ്. ദെൻ 1 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ്, അപ്പോൾ 1 ഇൻറ്റു ഐ ഓഫ് എസ്. ദെൻ മൈനസ് അഗെയിൻ 1/3s അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ്, 1/3s ഇൻറ്റു ഐ ഓഫ് എസ് ഈക്വൽ ടു 0. ക്ലോസ് ലൂപ്പാണ്. ഇനി നമുക്ക് ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ 10/s ഇസ് ഈക്വൽ ടു ഐ ഓഫ് എസ്, പുറത്തേക്ക് വരുമ്പോൾ 1/6s പ്ലസ് 1 പ്ലസ് 1/3s എന്ന് കിട്ടും. ഓക്കെ, ഇതിന്ന് ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 10/s ഡിവൈഡഡ് ബൈ നമുക്ക് 1 പ്ലസ് 6s, 1 പ്ലസ് 1/6s പ്ലസ് 1/3s എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇതിനെ വീണ്ടും നമുക്ക് ഡിനോമിനേറ്റർ എടുത്ത് എഴുതുമ്പോൾ 6s ഡിനോമിനേറ്റർ ആക്കാം നമുക്ക്. അപ്പോൾ 10/s ഇൻറ്റു 6s പ്ലസ് 1 പ്ലസ് 2s. Okay, by 6s. That will be equal to okay, we have I of s is equal to 10/s into 1 plus 1/6s plus 1/3s. That is equal to 10/s into 6s plus 1 plus 2 divided by 6s. നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ എസ് ദിസ് വിൽ ബി ക്യാൻസൽ. 6 മുകളിലോട്ട് പോകുമ്പോൾ 10 ഇൻറ്റു 6 ആവും, ഡിവൈഡഡ് ബൈ 6s പ്ലസ് 3. വിൽ ഹാവ് 6s പ്ലസ് 3. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 60/, എസിൻ്റെ കോഎഫിഷ്യൻ്റ് നമുക്ക് 1 ആക്കണം. അപ്പോൾ 6 പുറത്തേക്ക് എടുക്കുമ്പോൾ s പ്ലസ് 3/6. Therefore I of s can be written as 10/60/6, 10/s plus 1/2 എന്ന് എഴുതാം നമുക്ക്. Taking inverse Laplace, we will get I of t is equal to 10 into s plus a, 1/s plus a എന്ന് പറയുമ്പോൾ e raised to minus a, അപ്പോൾ e raised to minus 1/2t. That is the expression for current I of t for t greater than 0. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാം? വോൾട്ടേജ് അക്രോസ് 3 ഫാരഡ് കപ്പാസിറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കപ്പാസിറ്റർ ദാറ്റ് ഈസ് വി സി ഓഫ് എസ്.
അല്ലേ. വി സി ഓഫ് എസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നമുക്ക് 1/3 1/CS എന്ന് പറയുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റർ വാല്യൂ 1/3S ഇൻറ്റു അത് കൂടെ പോകുന്ന കറണ്ട് ഐ ഓഫ് എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3S ഇൻറ്റു ഐ ഓഫ് എസ് നമുക്ക് ഓൾറെഡി അറിയാം 10/S പ്ലസ് 1/2 നമുക്ക് കേൾക്കുമ്പോൾ 10/3 ഇൻറ്റു എസ് പ്ലസ് 1/2. ഓക്കെ, ഇനി നമുക്കിതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വി സി ഓഫ് എസ് ക്യാൻ ബി റിട്ടൺ ആസ് A/S. നമുക്ക് രണ്ട് റൂട്ട്സ് ആണുള്ളത്, എസ് ഈക്വൽ ടു 0, എസ് ഈക്വൽ ടു -1/2. അപ്പോൾ B/S പ്ലസ് 1/2 എന്ന് എഴുതി. ഇനി വി നീഡ് ടു ഫൈൻഡ് A. A ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം, A ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു വി സി ഓഫ് എസ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് എസ് ഈക്വൽ ടു 0 which will gives S into VC of S നമുക്കറിയാം 10/3 into S plus 1/2 and substitute S equal to 0. This SS will cancel for 10/0 plus 1/2. നമുക്ക് എന്ത് കിട്ടി, A is equal to അവിടെ ഒരു 3 ഉണ്ട്, A is equal to 20/3 എന്ന് കിട്ടും. Similarly B is equal to B യുടെ ഡിനോമിനേറ്റർ S plus 1/2 into VC of S and substitute S equal to -1/2 which will give S plus 1/2 into 10/3 into S plus 1/2. S plus 1/2 cancel ആയി പോകും. അപ്പോൾ 10/3 into S equal to -1/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ S equal to -1/2. അപ്പോൾ നമുക്ക് -20/3 എന്ന വാല്യൂ കിട്ടും. Therefore VC of S voltage across 3 farad capacitor is equal to A എന്നുള്ളടത്ത് 20/3 into S പ്ലസ് B. അപ്പോൾ ബിക്ക് നമുക്ക് -20/3, അപ്പോൾ -20/3 into S പ്ലസ് 1/2. അതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വി സി ഓഫ് എസ് 20/3. ഇതിനെ വി സി ഓഫ് ടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുക, ലാപ്ലസ് ഇൻവേഴ്സ് ഓഫ് 20/3S മൈനസ് ഇൻവേഴ്സ് ലാപ്ലസ് ഓഫ് 20/3 into S plus 1/2. ലാപ്ലസ് ഇൻവേഴ്സ് ഓഫ് 20/3 into 1/Sൻ്റെ ലാപ്ലസ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. ഓക്കെ, ദെൻ 20/3 into 1/S plus 1/2 e raised to -1/2t. അപ്പോൾ 20/3 നമുക്ക് പുറത്തേക്ക് എടുത്താൽ 1 minus e raised to -1/2t. This is the expression for voltage across capacitor for t greater than 0. എളുപ്പമാണ് ഈ പ്രോബ്ലം, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ദെൻ വി വിൽ ഗോ ടു അനദർ എക്സാമ്പിൾ. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇനീഷ്യലി the switch is moved from A to B at t is equal to 0. ഇപ്പോൾ എ എന്ന് ബിയിലേക്ക് മാറി, അപ്പോൾ t is equal to 0 മൈനസിൽ എങ്ങനെയായിരിക്കും, സ്വിച്ച് പൊസിഷൻ എയിലായിരിക്കും, സ്വിച്ച് പൊസിഷൻ എ. ഓക്കെ, അപ്പോൾ നമ്മുടെ സർക്യൂട്ട് എങ്ങനെയായിരിക്കും, ഒരു കപ്പാസിറ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഓപ്പൺ സർക്യൂട്ടാക്കി മാറ്റുക, ഇൻഡക്ടർ ഉണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ടാക്കി മാറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് പൊസിഷൻ 6 ohm അവിടെ ഉണ്ട്, നമ്മുടെ എ പൊസിഷൻ നേരെ 4 ohm, 1 farad ആൻഡ് 2 ohm. നമുക്ക് വി ഓഫ് ടി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. വി ഓഫ് ടി എന്ന് പറയുമ്പോൾ നമുക്ക് വോൾട്ടേജ് അക്രോസ് 2 ohm റെസിസ്റ്റർ ആണ്. ഇങ്ങനെ നമ്മൾ മാറ്റി കഴിഞ്ഞു, 4 ohm ദെൻ 2 ohm. ഇനി നമുക്ക് ഈ ഇവിടെയുള്ള ബ്രാഞ്ചിലുള്ള 2 ohmന് അവിടെ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല, കാരണം എന്ന് നേരെ 4 ohm കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ കപ്പാസിറ്റർ ഉള്ളത് എന്താണ്, നമുക്ക് ഓപ്പൺ സർക്യൂട്ട് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്, 0 മൈനസിന് മുന്നേ. അപ്പോൾ നൗ വി ഹാവ് 6 volt 4 ohm. ഈ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് തന്നെയാണ് ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. അപ്പോൾ വി ഓഫ് 0 മൈനസ് എഴുതാം. വി ഓഫ് 0 മൈനസ് എത്രയായിരിക്കും ഈ വോൾട്ടേജ് എന്നുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. വി ഓഫ് 0 മൈനസ് ഇവിടെ നമുക്ക് 6 ohm ഉണ്ട്. ഓക്കെ, ഈ നമുക്ക് ഇതിനകത്ത് എന്താണ്, ഈ ബ്രാഞ്ചിൽ കൂടെ കറണ്ട് ഫ്ലോ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ റൂൾ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം എത്ര വോൾട്ടേജ് ഇവിടെ വരുന്നുണ്ടെന്ന് കപ്പാസിറ്ററിന് അക്രോസ്.
ഓക്കെ, 4 ഓമിനും ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, അതേമാതിരി 2 ഓമിന് അക്രോസും ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ആ വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ വി ഓഫ് 0 മൈനസ് ഇസ് ഈക്വൽ ടു വോൾട്ടേജ്, ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദ കൺസേൺഡ് ബ്രാഞ്ച് 2. നമുക്ക് ഏത് ബ്രാഞ്ച് വേണ്ടേ അതിൻ്റെ റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 4 പ്ലസ് 2 വിച്ച് വിൽ ഗീവ്സ് വോൾട്ടേജ് 0 മൈനസ്. അപ്പോൾ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ വി കനോട്ട് ചേഞ്ച് ഇൻസ്റ്റൻ്റ്ലി. അപ്പോൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാലും വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ സെയിം തന്നെ ആയിരിക്കും, 2 വോൾട്ട് തന്നെ ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫോർ ടി ഗ്രേറ്റർ ദാൻ 0 നമ്മൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ പൊസിഷൻ ബിയിലേക്ക് മാറി. അപ്പോൾ ആ സർക്യൂട്ട് നമ്മളൊന്ന് മാറ്റി വരയ്ക്കുക. പൊസിഷൻ ബിയിലേക്ക് മാറുമ്പോൾ 2 ഓം വിൽ ബി ദർ, ദെൻ 4 ഓം വിൽ ബി ദർ. കപ്പാസിറ്റർ അതിന് ഇനീഷ്യൽ ചാർജ് ഉണ്ടായിരുന്നു 2 ഓം റെസിസ്റ്റൻസ്. ഓക്കെ, ദിസ് വൺ വിൽ ബി 4 ഓം, ദിസ് വൺ വിൽ ബി 1 ഫാരഡ് ആൻഡ് 2 ഓം. ഇനി ഇതിനെ നേരെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുക. ടി ഗ്രേറ്റർ ദാൻ 0ലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് അതേമാതിരി തന്നെ ഇരുന്നു, ഈ റെസിസ്റ്റൻസ് ഇരുന്നു. ദെൻ കപ്പാസിറ്റർ ഇതിന് ഇനീഷ്യൽ വോൾട്ടേജ് ഉണ്ടായിരുന്നു, അപ്പോൾ ഇനീഷ്യൽ വോൾട്ടേജ് പോസിറ്റീവ് പൊളാരിറ്റി ആദ്യം, ദെൻ 2 ഓം. ഇനി ഈ വോൾട്ടേജാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വി ഓഫ് എസ് എന്താണെന്ന് വെച്ചാൽ അത് ഈ വോൾട്ടേജാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് 2 ഓം, ദിസ് വൺ വിൽ ബി 4 ഓം. ഇത് 1 ഫാരഡ് ആയതുകൊണ്ട് 1/CS, അപ്പോൾ 1/S. വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇനീഷ്യൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ എസ്, 2/S. ദെൻ ദിസ് റെസിസ്റ്റൻസ് 2. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ KCL ഇക്വേഷൻ എഴുതാം. ഇവിടെ നമുക്ക് കറണ്ടൊന്നും വേറെ പറഞ്ഞിട്ടില്ല, അപ്പോൾ റൈറ്റ് വോൾട്ടേജ് മാത്രമേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. KCL ഇക്വേഷൻ ഫോർ ദ ട്രാൻസ്ഫോർമഡ് നെറ്റ്വർക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ വോൾട്ടേജ് എന്ന് വിചാരിക്കുക, വി ഓഫ് എസ്. ഓക്കെ, പാരലൽ ബ്രാഞ്ച് 3 ബ്രാഞ്ചിന് അക്രോസുള്ള വോൾട്ടേജും വി ഓഫ് എസിനെ ആയിരിക്കും. അപ്പോൾ ഇവിടെ വരുന്ന കറണ്ട് അത് നമുക്ക് ഇത് 0 ആണെന്നുണ്ടെങ്കിൽ വി ഓഫ് എസ് ബൈ 6 ടോട്ടൽ റെസിസ്റ്റൻസ് പ്ലസ് സെക്കൻഡ് ബ്രാഞ്ച് ഇതിൽ വരുന്ന കറണ്ട്, അത് നമുക്ക് 2 വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, വി ഓഫ് എസ് ഉണ്ട്, 2/S ഉണ്ട്. അപ്പോൾ വി ഓഫ് എസ് മൈനസ് 2/S ഡിവൈഡഡ് ബൈ ആ ബ്രാഞ്ചിൻ്റെ റിയാക്റ്റൻസ് 1/S പ്ലസ് ഈ ബ്രാഞ്ചിൽ വരുന്ന കറണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വി ഓഫ് എസ് ബൈ ആ ബ്രാഞ്ചിലെ പാത്തിലെ റെസിസ്റ്റൻസ് 2 ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് വി ഓഫ് എസ് V of S by 6 plus V of S by 2 plus V of S by 1/S minus 2/S by 1/S equal to 0. V of S നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. V of S by ഈ 1/S മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ S ആവും, അത് നമുക്ക് നോക്കാം. 1/6 plus 1/2, 1/6 plus 1/2 we will have 3, 6. അപ്പോൾ 4/6 വരും. 4/6 എന്ന് പറയുമ്പോൾ നമുക്കതിനെ 2/3 പ്ലസ് എസ് എന്ന് എഴുതാം. ഓക്കെ, ദെൻ 2/S ബൈ 1/S അപ്പുറത്തോട്ട് മൈനസ് പോകുമ്പോൾ പ്ലസ് ആവും, അപ്പോൾ 2 കിട്ടും നമുക്ക്. 2/S ഡിവൈഡഡ് ബൈ 1/S, 2 ക്യാൻസൽ ആവും, 2 ആയിരിക്കും. ഓക്കെ, now we have an expression V of S is equal to 2/S plus 2/3. അത് നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് എടുത്താൽ V of t is equal to ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുക. V of t is equal to we will have 2 into e raised to minus 2/3 t for t greater than 0. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ഈ പ്രോബ്ലത്തിനകത്ത് ചെയ്യേണ്ടതുള്ളൂ. വളരെ സിമ്പിളാണ്. അതുപോലെ ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, തന്നിട്ടുള്ള നെറ്റ്വർക്കിലെ സ്വിച്ച് ക്ലോസ്ഡ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 0. ടി ഈസ് ഈക്വൽ ടു 0ൽ സ്വിച്ച് ക്ലോസ് ചെയ്യാണ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 0 മൈനസിൽ എന്താണ് കപ്പാസിറ്റർ, ടി ഈസ് ഈക്വൽ ടു 0 മൈനസിൽ സ്വിച്ച് ഓപ്പൺ ആണ്. സ്വിച്ച് ഓപ്പൺ ആയിരിക്കുന്ന നേരത്തെ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ കപ്പാസിറ്റർ അൺഎനർജൈസ്ഡ് ആവും. അപ്പോൾ അതിന് ഇനീഷ്യലി വോൾട്ടേജ് ഒന്നും അവിടെ വരുന്നില്ല. അപ്പോൾ നമുക്ക് 0 പ്ലസ്സിലായാലും കപ്പാസിറ്ററിന് അൺചാർജ്ഡ് ആയതുകൊണ്ട് വോൾട്ടേജ് ഒന്നും വരുന്നില്ല. ഓക്കെ, ദെൻ ടി ഈസ് ഈക്വൽ ടു
0 പ്ലസ്സിൽ when t is greater than 0 switch is closed. സർക്യൂട്ട് എങ്ങനെയായിരുന്നു 10 ohm then കപ്പാസിറ്റർ. ഇങ്ങനെയാണ് നമുക്ക് വരിക. ഇതിനെ നേരെ ട്രാൻസ്ഫോം ചെയ്യണം. ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമുക്ക് 10 വോൾട്ട് മാറി 10/s ആവും. ഓക്കെ, റെസിസ്റ്റൻസ് അവിടെ തന്നെ 10, ഹിയർ ഓൾസോ ഇറ്റ് വിൽ ബി 10. ദെൻ കപ്പാസിറ്ററിന് ഇനീഷ്യലി ചാർജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1/10s. ഓക്കെ, സോറി 2 ഫാരഡ് ആണ്, അപ്പോൾ 1/2s. അതിനെ ക്രോസുള്ള വോൾട്ടേജ് നമുക്ക് VC(s) എന്ന് എഴുതാം. ഓക്കെ, ദെൻ we need to write the KVL equation. സോറി, നമുക്ക് വോൾട്ടേജ് മാത്രമേ വേണ്ടൂ. അപ്പോൾ KCL ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് ഇതിനകത്ത് കറണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് KCL ഇക്വേഷൻ എഴുതാം. നമ്മുടെ ട്രാൻസ്ഫോംഡ് നെറ്റ്വർക്ക് ഇങ്ങനെയാണ്. വോൾട്ടേജ് 10/s, 10 ohm, here 10 ohm, then voltage VC(s) എന്താണെന്ന് വെച്ചാൽ അത് 1/2s. ഇവിടെയൊക്കെയുള്ള മൊത്തം വോൾട്ടേജ് നമുക്ക് എന്താണ്? VC(s) തന്നെയാണ് ഈ നോഡിലുള്ള വോൾട്ടേജ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ബ്രാഞ്ചിൽ വരുന്ന കറണ്ട് എങ്ങനെയാണ് നോക്കാം. ഇവിടെ വാട്ട് വി ഹാവ് 10 ohm. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് VC(s) മൈനസ് 10/s. അവിടെ 2 വോൾട്ടേജ് നമ്മളുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ആ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് 10. അഗെയിൻ ഈ ബ്രാഞ്ചിലെ കറണ്ട് നമുക്ക് ഇവിടെ 10 ആണ്. അപ്പോൾ വോൾട്ടേജ് VC(s) മൈനസ് 0/10. ഓക്കെ, ദെൻ ഈ ബ്രാഞ്ചിലുള്ള കറണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? നോഡിലെ വോൾട്ടേജ് VC(s) ഡിവൈഡഡ് ബൈ 1/2s ഈക്വൽ ടു 0. ഇനി ഇതിനെ മൊത്തം റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ VC(s/10 പ്ലസ് VC(s/10 പ്ലസ് VC(s/2s). അപ്പോൾ VC(s) ഇൻറ്റു 2s പ്ലസ് 2/10, അപ്പോൾ 0.2. ഓക്കെ, ഈക്വൽ ടു 10/s മൈനസ് 10 അപ്പുറത്തോട്ട് പോകുമ്പോൾ 1/s ആവും. ഇതൊന്ന് VC(s) ഈക്വൽ ടു 1/s ഡിവൈഡഡ് ബൈ s ഇൻറ്റു നമുക്ക് എസിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആക്കണം. അപ്പോൾ 2 ഇൻറ്റു s പ്ലസ് 0.2 divided by 2, that is 1/10. 1/s divided by 2 into s plus 0.1 or 1/2 ആവുമ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ 0.5 ഇൻറ്റു എസ് ഇൻറ്റു എസ് പ്ലസ് 0.1. ഓക്കെ, ഇനി ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കണം. അപ്പോൾ VC(s) ഇസ് ഈക്വൽ ടു നമുക്ക് ഇപ്പോൾ 0.5 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 0.1 ആണ്. ഇതിനെ നമുക്ക് ഇസ് ഈക്വൽ ടു A/s പ്ലസ് B/s പ്ലസ് 0.1. ദെൻ A ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? A ഇസ് ഈക്വൽ ടു എയുടെ ഡിനോമിനേറ്റർ s ഇൻറ്റു VC(s) ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് s ഈക്വൽ ടു 0, which gives s into 0.5 divided by s into s plus 0.1. This is cancelled. So 0.5 divided by 0 plus 0.1, 0.1, 5 എന്ന് നമുക്ക് കിട്ടും. Similarly, b is equal to b യുടെ ഡിനോമിനേറ്റർ s plus 0.1 into VC(s) and s is equal to minus 0.1 എന്ന് വാല്യൂ കൊടുക്കുക, which gives s plus 0.1 into 0.5 divided by s into s plus 0.1 and substitute s equal to minus 0.1. This cancel. അപ്പോൾ 0.5 divided by minus 0.1, that is equal to minus 5. b യുടെ വാല്യൂ നമുക്ക് കിട്ടി -5. Therefore VC(s) എക്കും ബിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 5/s minus 5/s plus 0.1. s ആണ് s plus 0.1. ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കിട്ടുമ്പോൾ നമുക്ക് VC(s) മാറി VC(t) ആവും. 5 ഇൻറ്റു 1/sൻ്റെ ഇൻവേഴ്സ് 1 മൈനസ് 5 ഇൻറ്റു എസ് പ്ലസ് 0.1ന് e⁻−0.1t. This will be the expression for voltage for t greater than 0, voltage across that capacitor.
ഓക്കെ, ഇത്രയും പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കാം. വീണ്ടും ഒരു 2-3 സിമിലർ പ്രോബ്ലംസ് തന്നെ അതിനകത്തുണ്ട്, സർക്യൂട്ടിനകത്ത് എക്സാമ്പിളിനകത്തുണ്ട്, അതും ചെയ്യണം നിങ്ങൾ.